ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ സമൃദ്ധിയും ദൈവത്തിൻ്റെ കാരുണ്യവും നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഏലിയ പ്രവാചകനെക്കുറിച്ചും ഏലിയയിൽ നിന്ന് പുതപ്പ് വീണ് കിട്ടി ദൈവം പ്രവാചകനായി ഉയർത്തിയ ഏലീഷയെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. ഒരു വിധവ ഏലീഷയെ സമീപിക്കുകയാണ്. പ്രവാചക ഗണത്തിൽപ്പെട്ട അവളുടെ ഭർത്താവ് മരിച്ചു. അവൾ എലീഷയോട് ചെന്ന് പറയുന്നു, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചു. അവന് കടം കൊടുത്തവൻ എൻ്റെ 2 മക്കളെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. എലീഷ അവളോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പറയുക. അവൻ വീണ്ടും ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. എന്നാൽ നീ ഭവനത്തിലേക്ക് ചെന്ന് അയൽപക്കത്തു നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ശേഖരിച്ച് നീ മക്കളുമായി മുറിയിൽ കടന്ന് എണ്ണ പകരുക. അവൾ അപ്രകാരം ഒഴിഞ്ഞ പാത്രങ്ങൾ ശേഖരിച്ച് മുറിയിൽ കയറി വാതിലടച്ച് അവൾ എണ്ണ പകർന്നുകൊണ്ടേയിരുന്നു. കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം എണ്ണ നിറഞ്ഞു. അപ്പോൾ ആ വിധവ തന്നെ മക്കളോട് പറയുന്നുണ്ട്, വീണ്ടും പാത്രം കൊണ്ടുവരിക. അവർ പറഞ്ഞു, ഇനി പാത്രമില്ല. അപ്പോൾ എണ്ണയുടെ ഒഴുക്ക് തീർന്നു. അവൾ ഈ വിവരം പറയുവാൻ ഏലീഷയുടെ അടുത്ത് ചെന്നു. ദൈവപുരുഷനോട് അവൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ ദൈവപുരുഷനായ ഏലീഷ പറയുകയാണ്, നീ അത് വിറ്റ് എണ്ണ വിറ്റ് കടം വീട്ടുക, ബാക്കിയുള്ളത് കൊണ്ട് നിങ്ങൾ ഉപജീവനത്തിനായി എടുത്തുകൊള്ളുക. സ്നേഹമുള്ളവരെ, ഇല്ലായ്മയിൽ നിന്ന് പടുത്തുയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നിന്റെ ദാരിദ്ര്യാവസ്ഥയിലും നിന്റെ തകർച്ചയുടെ മേഖലകളിലുമെല്ലാം ദൈവത്തിന് നിന്നെ കരം പിടിച്ചുയർത്തുവാൻ സാധിക്കും. ഒരു പാത്രം എണ്ണ മാത്രം അവശേഷിച്ചപ്പോൾ അത് വർദ്ധിപ്പിച്ച് അവളുടെ കടം വീട്ടുവാനും അവളുടെ ഉപജീവന മാർഗത്തിനുമായി ദൈവം അത് ഉപയോഗിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നിരാശരായി ജീവിക്കേണ്ടവരല്ല, പ്രത്യാശയിൽ ജീവിക്കുക. എന്നെ അറിയുന്ന ഒരു തമ്പുരാനുണ്ട്. നിന്റെ ഹൃദയം അവൻ്റെ പക്കലേക്ക് ഉയർത്തുമ്പോൾ അവൻ നിന്നെ സഹായിക്കും. വിധവകൾക്ക് എപ്പോഴും ദൈവസന്നിധിയിൽ ഒരു പ്രാധാന്യം നമ്മൾ കാണുന്നുണ്ട്. ഏലിയയെ സഹായിച്ച, ഏലിയയ്ക്ക് ഭക്ഷണം കൊടുത്ത സറാഫത്തിലെ വിധവയുടെ മകൻ മരിച്ചപ്പോൾ ആ മകന് ജീവൻ തിരിച്ചു കൊടുക്കുവാൻ ദൈവം ഏലിയയെ ഒരു ഉപകരണമായി ഉപയോഗിച്ചു. അവളുടെ കയ്യിൽ ഒരു പാത്രം, ഒരു പിടി മാവും അല്പം എണ്ണയും അവശേഷിച്ചപ്പോൾ ആദ്യമേ ഒരു ചെറിയ അപ്പമുണ്ടാക്കി ഏലിയായ്ക്ക് കൊടുത്തപ്പോൾ അവളുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, അവളുടെ പാത്രത്തിലെ എണ്ണ വറ്റിയുമില്ല. ദൈവസന്നിധിയിൽ ദൈവത്തിന് വാക്കുകേട്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ പ്രേരിപ്പിക്കുക, ദൈവവചനങ്ങൾ വിശ്വസിക്കുക, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എലീഷയെക്കുറിച്ച് രാജാക്കന്മാർ പറയുന്ന ചില വാക്കുകളുണ്ട്. യൂദാ രാജാവായ യെഹോശഫാത്ത് പറയുന്നുണ്ട്,
അവനിൽ ദൈവത്തിൻ്റെ വചനമുണ്ട്, അവനിൽ കർത്താവിൻ്റെ വചനമുണ്ട്. അതേ പ്രിയ സഹോദരങ്ങളെ, ദൈവം നിയോഗിക്കുന്ന വ്യക്തികളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത് കൊണ്ട് ദൈവത്തിന് ശബ്ദമായി മാറുവാൻ അവന് സാധിക്കും. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ തീരുമാനമെടുക്കാം. എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല, എന്നെ കരുതുന്നവനാണ്, എന്നെ രക്ഷിക്കുന്നവനാണ്, എന്നോട് കൂടെ എപ്പോഴും ഉള്ളവനാണ്. സ്നേഹമുള്ളവരെ, നിരാശയായി ജീവിക്കാതെ പ്രത്യാശയിൽ ജീവിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മ ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.